ഈ അയൻകാട് പള്ളി നിങ്ങൾക്ക് അറിയാം, പഴയ പള്ളിയാണ്. اللهم اجعل ثوابك راحنا هدية خاصة إلى حضرات أرواح من نبيناهم هؤلاء العلماء وإلى حضرات أرواح جميع أمواتنا وأموات المسلمين وإلى حضرات أرواح جميع المسلمين في مغفرة هذه البلدة من المؤمنين والمؤمنات. اللهم اغفر لهم، اللهم ارحمهم، اللهم اعف عنهم، اللهم اكرمهم، اللهم لا تحرمهم يوم الحساب. آمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ കാവ്യ കൂടിയായ ഉസ്താദ് TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ അവർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ അവർ, അതുപോലെ തന്നെ നമ്മുടെ വിശ്രാമികളായി ഇവിടെ എത്തിയിരുന്ന ബഹുമാന്യരായ ഉസ്താദ് അവർ, ഷെയ്ഖുന കൊയ്യോട് ഉമർ മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസി മുക്കം, അതുപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന മുത്തവല്ലി കുടുംബത്തിലെ കാരണവർ കൂടിയായ ബഹുമാനപ്പെട്ട മമ്മൂക്ക, അതുപോലെ നമ്മുടെ ഇമാം ഖതീബ് സ്വാലിഹ് ഹുദവി കരിപ്പോൾ, ബഹുമാന്യരായ നമ്മുടെ പരിപാലന സംഘത്തിലെ സഹപ്രവർത്തകർ, മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അയനിക്കാട് മഹല്ല് നിവാസികളെ എല്ലാവരെയും ആദ്യമായി ഞാൻ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പരിപാലന സംഘത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ അയനിക്കാട് മഹല്ല് നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ്. അവരുടെ ഒരു സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ചില കാരണങ്ങളാൽ തടസ്സങ്ങൾക്ക് പോയിരുന്ന നമ്മുടെ പള്ളിയുടെ നവീകരണം നമ്മുടെയൊക്കെ അവസാന വാക്കായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥത്തിലൂടെ അത് പരിഹരിക്കപ്പെടുകയും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഓർകൾ അതിന് തടസ്സപ്പെടുകയും ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ഇതുമായി സഹകരിച്ച ഇതിനുവേണ്ടി മധ്യസ്ഥതയിൽ നേതൃത്വം നൽകിയിരുന്ന ഉസ്താദുമാർ എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ബഹുമാന്യരായ തങ്ങളവர்கள் കഴിഞ്ഞ 28-ാം തീയതി സംസ്ഥയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും വിളിപ്പിക്കുകയും വളരെ സന്തോഷകരമായ രീതിയിൽ ഈ ഒരു വിഷയം പരിഹരിക്കുകയും ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഈ നവീകരണം രൂപീകരിച്ചതിന് ശേഷം പള്ളി നവീകരണത്തിന് വേണ്ടി ഫണ്ട് ഏകദേശം 32 ലക്ഷത്തോളം രൂപ പിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട തങ്ങളവർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ബഹുമാന്യരായ ഖാദി TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാരെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ഒരുപാട് പണ്ഡിതന്മാർ, മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ പാപ്പ, അതുപോലെയുള്ള മറ്റു പല പണ്ഡിതന്മാരും, ഖാദി മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ, പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെയുള്ള പല പണ്ഡിതന്മാരും, പ്രധാനപ്പെട്ട നമ്മുടെ ഈ മഹത്തായ ഈ പള്ളിയുടെ പരിപാലന തുടക്കം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ്
ജിഫ്രി തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. ബഹുമാനിയായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ഞാൻ വിനീതപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر. صدق الله. ബഹുമാനമുള്ള അധ്യക്ഷൻ മറ്റ് ഇവിടെ വേദിയിലും പുരുഷരായ സാധാരണ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രദേശ നിവാസികളാകുന്ന ബഹുമാനമുള്ള മുസ്ലിങ്ങൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ, വളരെ പുണ്യമായ ഒരു കർമ്മത്തിനാണ് നമ്മളൊക്കെ സാക്ഷികളായിരുന്നത്. എല്ലാവരും സന്തോഷിക്കണം. നമ്മൾ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല സന്തോഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധാത്മാക്കൾ മാത്രമല്ല സന്തോഷിക്കുന്നത്. ഇവിടുത്തെ സർവ്വ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ മഹ്ലൂക്കാത്തും ഇവരും സന്തോഷിക്കണം. ഒരു മുഹൂർത്തം, ഒരു പള്ളിക്ക് ശില നൽകപ്പെടുക, അല്ലെങ്കിൽ ഒരു പള്ളിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും സന്തോഷിക്കും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പള്ളിയിൽ നിന്ന് വളർത്തിയെടുക്കപ്പെടുന്ന ഒരു സംസ്കാരം, അത് വിശുദ്ധ ദീനിൻ്റെ സംസ്കാരം. ആ ദീനിൻ്റെ സംസ്കാരവും അതിൻ്റെ വിശ്വാസവും അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒരു മുമ്പിലുണ്ടായിരുന്നാൽ ഇവിടുത്തെ ഓരോ മഹ്ലൂക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണമായി. ഇവിടുത്തെ വൃക്ഷങ്ങളോട് ചെയ്യേണ്ടതായ ചില കടപ്പാടുകളുണ്ട്. അപ്പോൾ വൃക്ഷങ്ങൾ സന്തോഷിക്കും. കാരണം പള്ളിയിൽ നിന്ന് വളർത്തപ്പെടുന്ന ഈ സ്വഭാവ സംസ്കാര വിശേഷ ഗുണങ്ങൾ ഒരുത്തലിൽ ഉണ്ടായിത്തീർന്നാൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഗുണങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇവിടുത്തെ മൃഗങ്ങൾ സന്തോഷിക്കും. കാരണം മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകൾ, അത് വിശുദ്ധ ശരീരത്തിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചതാണ് ഇതൊക്കെ. അപ്പം മൃഗങ്ങൾ സന്തോഷിക്കും. ഇവിടുത്തെ സർവ്വ മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. അതിൻ്റെ സ്വാഭാവികമാണ്. പള്ളി ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കണം. ഇവിടുത്തെ അന്യമതസ്ഥർ സന്തോഷിക്കും. കാരണം അന്യമതസ്ഥരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഈ ഇസ്ലാമിൻ്റെ സംസ്കാരവും സ്വഭാവവും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിത്തീരല് അവർ ഇഷ്ടപ്പെടാൻ അങ്ങനെയാണ്. അവർക്കറിയാം ഒരു നിലക്കുള്ളതായ എന്തെങ്കിലും ഒരു വേദനിപ്പിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുത്തുമെന്നും യഥാർത്ഥ ഭൂമിയിൽ നിന്നുണ്ടാവില്ല. റസൂലുള്ളാഹിനെ പറ്റി നബിനെ പറ്റി ആക്ഷേപിക്കുന്നവർ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കും, നീ ഒരു യുദ്ധപതിയനാണ്. റസൂൽ യുദ്ധപതിയനല്ലായിരുന്നു. ഒരു യുദ്ധം എന്നുള്ളത് അങ്ങോട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി റസൂൽ ജീവിതത്തിൽ ഒരു യുദ്ധം അങ്ങനെയിരുന്നു. യുദ്ധം കഴിഞ്ഞവരും ഇവൻ പിടിച്ചുകൊണ്ട് വധിക്കുക, അങ്ങനത്തെ സ്വഭാവം ഇസ്ലാമില്ല. അപ്പൊ ആക്ഷേപിക്കുന്ന ആളുകൾ റസൂലുള്ളാഹിനെ പറ്റി അങ്ങനെ പറഞ്ഞു, നീ ഒരു യുദ്ധപതിയനാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഇവിടെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ രക്തചൂരിച്ചിലുകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ല. ആദനബി മുതൽ റസൂൽ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരെ അള്ളാഹു ഇവിടെ വ്യക്തിയത്. ആദനബി മുതൽ റസൂൽ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ ദഅവത്ത് ചെയ്ത, പ്രബോധനം നടത്തിയ ഒരു ദീനാണ് ഇസ്ലാം ദീൻ. റസൂൽ കൊണ്ടുവന്ന ദീനല്ല ഇസ്ലാം ദീൻ. റസൂലിന്റെ മുമ്പുള്ള അമ്പിയാക്കന്മാരൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു തുടർച്ചയില്ല. ശരീഅത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ അമ്പിയാവർക്കും അവരുടെ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമാവുന്ന അവരുടെ പ്രകൃതിയോട്, അവരുടെ രാജ്യങ്ങളോട്, അവരുടെ കാലാവസ്ഥയോട് യോജിക്കുന്ന തരത്തിലുള്ള ശരീഅത്തുകളാണ് നൽകിയിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി പിന്നെ നബി വരേണ്ട ഒരു ആവശ്യമുണ്ടായി. അത്രയും ശക്തമായ ഒരു പ്രബോധനമാണ് നബി നടത്തിയത്. ദീനിവിടെ ഏതുവരെ നിലനിൽക്കും അതുവരെയുള്ള കാലഘട്ടത്തിൽ അനുയോജ്യമായ ശക്തം നിലനിൽക്കാൻ പറ്റിയ ഒരു പ്രബോധനമാണ് റസൂലുള്ളാഹിക്ക് പ്രത്യേകമാവുന്ന ഒരു ശരീഅത്തിനുണ്ട്. ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ കാലികമായ ഒരു ശരീഅത്താണ്. ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഈ ദീൻ ഏത് കാലം വരെ നിലനിൽക്കണം, ആ കാലം വരെയുള്ള സർവ്വജനങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന
നിൽക്കുന്നതായ ഒരു പ്രയാസമില്ലാത്ത വളരെ യുസൂർഗമ്യം ദിനാങ്ങൾ എടുക്കപ്പെട്ടതായ ഒരു ശരിയാക്കാണ് ഈ ശരി. അപ്പം അങ്ങനെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ഈ തുടർച്ച അവരൊക്കെ ഈ വിശുദ്ധമാവുന്ന സംസ്കാരം ഇവിടെ നിലനിർത്തിയതും ആ സംസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതും ആ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടായി, അതനുസരിച്ച് അവരുടെ ഉമ്മത്തിലൊക്കെ ആ ഗുണങ്ങളുണ്ടായി. ഇതാണ് ഇതായിട്ട് കൊടുത്ത് എല്ലാ നിലക്കുള്ള ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഈ അമ്പിയാക്കന്മാർ. അവരുടെ ആ നബിയെ തങ്ങളിലും പൂർണ്ണമായി വേണം, തങ്ങളുടെ ഉമ്മത്തിൽ വേണം, എല്ലാവരിലും ആ ഉണ്ടായി. അപ്പം അവരൊക്കെ അമ്പിയാക്കന്മാർ സന്തോഷിക്കും. കാരണം ഒരു മലായിക്കത്ത് സന്തോഷിക്കും, അന്യമനസ്ഥർ സന്തോഷിക്കും, എല്ലാവരും ഇവിടുത്തെ കല്ല് സന്തോഷിക്കും, ഇവിടുത്തെ മണ്ണ് സന്തോഷിക്കും, ഈ ഭൂമി സന്തോഷിക്കും. കാരണം ഭൂമിയിൽ കൂടി ഒരാളെ എങ്ങനെ നടന്നു പോകണം, ഭൂമിനോട് ചില കടപ്പാടുകൾ, ഭൂമിയിൽ കൃഷി ചെയ്യുക, ഭൂമിനെ മറ്റുള്ള നിലക്ക് ഭൂമിനെ എന്താക്കുക, അതിനെ പിന്നെ നന്നാക്കിയെടുക്കുക, ഭൂമിയിൽ ആവശ്യമായ നിലക്കുള്ളതായ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുക. ഇതൊക്കെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഒരു ഭൂമിൻ്റെ പക്കത്ത് ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് സർവ്വ വസ്തുക്കൾ സന്തോഷിക്കണം. ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഈ പള്ളിക്ക് ഇവിടെ നമ്മൾ എന്തായിരിക്കുകയാണ്, ഈ പള്ളി വളരെ പഴക്കമുള്ള പള്ളിയായതുകൊണ്ട് ഇതിൻ്റെ ഈ ഘടന ഒക്കെ ഈ പഴമത്വം നിലനിർത്തിക്കൊണ്ടിട്ട് അതിൻ്റെ ഒരു പുതിയ നൂതന രൂപത്തിൽ ഇതൊരു പ്ലാനാണ് ഇതിൻ്റെ തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാവണം. ഇതൊക്കെ ഒരു പഴയ ഒരു അഥറുകളാണ്, പഴയ നിലക്കുള്ള ഒരു കാഴ്ചയെടുക്കും. ഇത് പിന്നീട് ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അത്രയും ശക്തമായ ഉറപ്പുള്ള നല്ല മരം കൊണ്ട് നമ്മളെ പൂർവികർ വളരെ ഹലാലായ മുതൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയത്. നമ്മളിപ്പോൾ പള്ളി ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾ പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളിയിൽ പലതരത്തിലുള്ള മുതൽ വന്നു പോകുന്നുണ്ട്. ഇപ്പം ചിലർ പള്ളി എടുത്ത് കൊടുക്കുന്നുണ്ട്, അവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടാവും. ആ പൈസ എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, പൈസ എവിടെയും കൊണ്ട് നിക്ഷേപിക്കട്ടെ. അപ്പോൾ അതിനുള്ളൊരു മാർഗമായിട്ട് പള്ളി ഉണ്ടാക്കുന്ന ആളുകൾ അങ്ങനെ പലരും ഉണ്ട്. ഇതൊന്നും അതല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ഇവിടുത്തെ പള്ളികളൊക്കെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നല്ല നെയ്യത്തോടുകൂടി ഹലാലായ മുതലുകൾ മാത്രം ഉപയോഗിച്ച് ഹറാമോ ശുഭ്രത്തോ ഉള്ളതായ ഒരു തരി മണ്ണ് പോലും ഇല്ലാത്ത പള്ളികളാണ് പഴയ. അപ്പോൾ ഈ പള്ളിൻ്റെ ഒക്കെ ഇത് വളരെയധികം ഈ മനോഹരമായ ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം. അതോടുകൂടി ഇവിടെ കാലികമായി ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കാലികമായി പള്ളിയിൽ ജനങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് നിശ്ചയിക്കാനും മറ്റൊക്കെ ഉള്ള എല്ലാ നിലക്കുള്ള സൗകര്യങ്ങൾ, ഫാനുമാണെങ്കിൽ ഫാനാണോ, എ സി ആണെങ്കിൽ എ സി ഒക്കെ ഉണ്ടായ ആൾ കയറ്റാൻ വരുള്ളൂ. കാരണം നിൽക്കാത്ത താല്പര്യം ചെല്ലും. പക്ഷെ നടന്നു പോകുമ്പോൾ ചൂടാണ് കുറച്ചുകൂടെ കയറുക. ഇപ്പം നമ്മളൊക്കെ അതിനെ പോകുമ്പോൾ പള്ളി കയറുക, അവിടെ എ സി ഒക്കെ വയ്യാതെ നോക്കുന്ന അത് കൊണ്ടേ ചെറിയ വരുമ്പോൾ അവിടെ തന്നെ കയറാം. അവിടെ കയറി എ സി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ നമ്മളൊക്കെ എത്തിയിരിക്കും. പള്ളിൻ്റെ പിന്നെ പള്ളിയിൽ ചൊറുക്കോക്കി കയറിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പള്ളി ചൊറുക്കുണ്ടാകാൻ നോക്കുന്നത് ആ പള്ളിയിൽ കയറുക. അപ്പോൾ ഈ പള്ളിയിലൊന്നും ഇനി കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഇഷ്ടമാരി കയറും. ഇപ്പോൾ കയറ്റുന്ന കാട്ടി കയറും, ഇത് നന്നാക്കി കഴിഞ്ഞാൽ. കാരണം കുറച്ച് ഭംഗിയുള്ള പള്ളിയാണ് നമ്മൾ കയറുക. അത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതിനനുസരിച്ച് കൂടി സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുക. എങ്ങനെയെങ്കിലും ഈ പണ്ടാറ നിശ്ചയിക്കട്ടെ, പള്ളി നന്നാക്കി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അതിന് ആയസ് വെച്ചിട്ടോ മറ്റു സൗകര്യങ്ങൾ ചെയ്തിട്ടോ എന്തായാലും വേണ്ടില്ല. ഇപ്പോൾ നിശ്ചയിക്കാൻ കുറച്ചുകൂടി സൗകര്യമുള്ള പോലെ റിമോട്ടൊക്കെ വെച്ചു കൊടുത്താൽ കുറച്ചുകൂടി ആളുണ്ടാവും. റിമോട്ട് നോക്കുക, അപ്പോൾ വേണം ബുദ്ധിമുട്ടില്ല ഇതിനൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ആവും കുറേ കഴിയുമ്പോഴേ. അപ്പോൾ എന്തോ ആവട്ടെ. പിന്നെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പോണ്ടുണ്ടായിരുന്നതാണ്. അതാണ് മനസ്സിലാക്കുന്നത്. ആരും പരസ്പരം ഈ ഐദുറുസ് പള്ളിക്കാർക്ക് മറ്റുള്ള പള്ളിക്കാരോടോ അല്ലെങ്കിൽ മറ്റുള്ള പള്ളിക്കാർക്ക് ഐദുറുസ് പള്ളിക്കാരോടോ എതിർപ്പുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ പ്രദേശത്തുള്ള കുറേ പള്ളികൾ, ആ പ്രദേശത്തുള്ള ആളുകൾ മറ്റുള്ള അവരുടെ പ്രദേശത്തുള്ള പള്ളിയിലേക്കാൾ ഈ പള്ളി ഇപ്പോൾ ഒരു പള്ളിക്കും മറ്റൊരു പള്ളിയിലേക്കാളുള്ള പ്രത്യേകത ഒന്നുമില്ല. 3 പള്ളിക്കല്ല, നമ്മൾ പഠിച്ചതാണ്. മക്കത്തെ പള്ളി, മദീനത്തെ പള്ളി, ബൈത്തുൽ മഖ്ദിസ്, ഇതല്ലാത്ത എല്ലാ പള്ളികളും കണക്കാണ്. ഈ പള്ളികളെ 3 സഭ അല്ലാതെ 3 തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതെന്താ പറയുക, ഞാൻ ആ വിഷയത്തിലേക്ക് അവസരം ആൾക്കാർ. അപ്പോൾ ഈ പള്ളിക്ക് പള്ളി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേകത ഇല്ല. നമ്മുടെ നാട്ടിലുള്ള പള്ളിൻ്റെ അതേ പ്രത്യേകത തന്നെ ഈ പള്ളി. പക്ഷേ ഇവിടെയും ഇതിൻ്റെ പരിസരമുള്ള ആളുകൾ ഈ പള്ളിക്ക് നിങ്ങളൊരു പ്രത്യേകത കൽപ്പിക്കുന്നുണ്ട്. പള്ളി എന്നുള്ള നിലക്കല്ല, മഹാന്മാർക്കുള്ള ആധാറുകൾ ഒരുപാട് പടുണ്ട്.
അതോടുകൂടി ഈ പള്ളിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ചേർക്കുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സഫലീകൃതമാവുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഉണ്ടായിത്തീരുന്നതായ ഒരു മഹബത്താണ്. ആ മഹബത്ത് ഇതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശക്കാർക്കൊക്കെ. അപ്പോൾ ഈ പള്ളിൻ്റെ പരിപാലനം ഇവിടുത്തെ ഈ ഐദൂസ് ജുമാ മസ്ജിദുകളിലെ ഇതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ ഏരിയയിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ ആവശ്യമാവുന്ന പരിപാലനങ്ങളൊക്കെ നടത്തുന്നതിന് കൂടെ തന്നെ ഈ പള്ളി ഇവിടെ നിർമ്മിക്കുമ്പോൾ ആ പള്ളിയിൽ ഞങ്ങൾക്കൊക്കെ ഭാഗമൊക്കെ ആവണം ഇതിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ. അപ്പോൾ ചുറ്റുപാടുള്ള എല്ലാ മഹല്ലത്തിൽ നിന്നും നമ്മൾ കുറച്ച് ആളുകളൂടി പരിപാലന കമ്മിറ്റിയല്ല, ഇതിൻ്റെ നിർമ്മാണ കമ്മിറ്റിയിലേക്ക് ഉൾക്കൊള്ളിച്ചു കൊടുക്കും. ഇതിൻ്റെ നിർമ്മാണം നമ്മളെല്ലാവരും കൂടി നടത്തും. നിർമ്മാണം കഴിഞ്ഞതോടുകൂടി ആ കമ്മിറ്റി പിരിച്ചുവിടും. പിന്നെ ഇവിടുത്തെ ആളുകൾ ഈ പള്ളി നടത്തുക. അതോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇവിടെയുള്ള ഈ 12 മഹല്ലുകളോ അല്ലെങ്കിൽ 10 മഹല്ലുകളോ അവരെ കബർസ്ഥാനം കൂടി ഇതാക്കും. അപ്പോൾ കബർസ്ഥാനം ഇതാവുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് ഇവിടെ വന്ന് അവരെ മയ്യത്തിനോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ അവരെ ഒരു അതിഥികൾ എന്നുള്ള നിലയ്ക്ക് അവരെ ആതിഥേയർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ശ്രദ്ധിച്ച് ഈ ഐദൂസ് പള്ളിക്കാരെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പഴയ ആളുകൾ വീട്ടിലൊക്കെ പോയവരും അവരൊക്കെ വാപ്പന്മാരൊക്കെ ഇവിടെ മറോട്ട് എടുക്കുന്നവർ. അപ്പോൾ അവർക്കൂടിയുള്ളൊരു കബർസ്ഥാനാണെന്നുള്ള കബർസ്ഥാനിലെ എല്ലാവരും പുതിയ പങ്കാളികളാവുക. അതോടൊപ്പം അവർക്ക് ഈ കബർസ്ഥാനിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി അവർക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടതൊക്കെ അതിന് പ്രത്യേകമാവുന്നതായ ആളുകളെ അധികാരപ്പെടുത്തുക. അങ്ങനെ ആ നിലക്ക് ഈ പള്ളിൻ്റെ പണി നിർമ്മാണം എല്ലാ മഹല്ലത്തിലും കൂടി അത് പൂർത്തിയാക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മുത്തവല്ലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ആളുകളാണ്. അവർക്ക് അത് എങ്ങനെയാണോ ഭരണഘടനയിലും ആധാരത്തിലൊക്കെ ഉള്ളത് അതനുസരിച്ച് പിന്നെ അതിൻ്റെ കൈകാര്യങ്ങളൊക്കെ നടത്തിപ്പോരുക. ആ നിലക്ക് പരസ്പരം അങ്ങോട്ട് കൊണ്ടുപോയി യാതൊരു നിലക്കുള്ളതായ എതിർപ്പുകളൊന്നും ഇല്ലാത്തത് വളരെ സന്തോഷത്തോടുകൂടി മുൻകഴിഞ്ഞതായ മഹാന്മാർ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ മഹല്ലത്തുകളിലും ഇതിൻ്റെ ചുറ്റു മഹല്ലുകളിലും ഒക്കെ ഉണ്ടായ ആ സന്തോഷവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഈ പള്ളിൻ്റെ പണി വേഗം പൂർത്തിയാക്കി ഇതുപോലെ ഒരു വലിയ ഉദ്ഘാടനം കൂടി ഈ പള്ളിൻ്റെ ഉദ്ഘാടനം നമുക്ക് വേഗത്തിൽ നിർവഹിക്കപ്പെടണം. അതിനാവശ്യമായ നിലക്കുള്ള എല്ലാ അതിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങളും സാമ്പത്തികമായിട്ടും മറ്റൊക്കെ എല്ലാവരും പള്ളി ഉണ്ടാക്കിയുള്ള മൂല്യത്തിപ്പോൾ എല്ലാവർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കില്ല. അപ്പോൾ എല്ലാവരും അതിലേക്ക് സഹകരിച്ചുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കുക, ശാരീരികമായി സഹകരിക്കുക. ആ നിലക്ക് ഒരു സംഭവമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും പിന്നെ സഹകരിക്കണം. എല്ലാവരോടും പ്രത്യേകം ഉണർത്തിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ നിർമ്മിക്കുന്നതായ പള്ളി നമ്പാവ് കബൂൽ ചെയ്യട്ടെ. ഇതിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും സംഭാവനകൾ അർപ്പിച്ചത് പല കാര്യങ്ങളുണ്ടാവും. ഒന്ന് അങ്ങനെയുള്ള പള്ളി ഒരു ചെറിയൊരു പള്ളി ഉണ്ടാക്കിയാലും ആഖിറത്തിൽ മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന. ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കിയാലും അല്ലാഹു അവിടെ കൊടുക്കണം വീടിൻ്റെ സുഖ സൗകര്യങ്ങളോ അതിൻ്റെ വിശുദ്ധിനെ പറ്റിയൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കിയാൽ മതി. ഇനി ഒരാൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക ഒരു പള്ളിയാക്കി. എന്നാൽ ആഖിറത്തിൽ അവിടെ അല്ലാഹു ബൈത്തന്ന അവന് അവൻ്റെ ഭാവനയിൽ അവനക്ക് കണക്കൂട്ടാൻ പറ്റാത്ത ഒരു വലിയ വീടായിപ്പോൾ അല്ലാഹു ഉണ്ടാകും. അപ്പോൾ ആ നിലക്ക് പലരും സംഭാവനകൾ അർപ്പിച്ചത് അവരെല്ലാവർക്കും അങ്ങനെ തന്നെ ദീനിയായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആഖിറം രക്ഷപ്പെടും. അതോടുകൂടെ ആർക്കാണോ കൊടുക്കുന്നത് ആ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ദുആ ഉണ്ടാവണം. നമ്മുടെ സ്ഥാപനങ്ങൾ കൊടുക്കണം. അവിടെ ഉസ്താദന്മാരും കുട്ടികളൊക്കെ അതിന് വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യും. പള്ളിക്ക് വേണ്ടി കൊടുത്താൽ ഇതിനോട് ബന്ധപ്പെട്ടവർ ഇവിടെ വരുന്ന ഉസ്താദന്മാരൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ പലരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ദുആക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ ദുആ ആ വിഷയത്തിലൊരു അതിൻ്റെ ടെക്നോളജി അറിയുന്ന ആളല്ല. എനിക്കങ്ങനെ ഞാൻ ചെറിയ ദുആ ദ്വാരക്കല്ലോ ഞാൻ തോന്നുന്നു അഭാവം എല്ലാവരും ഉദ്ദേശങ്ങളും അള്ളാഹു മനസ്സിലാക്കി. അപ്പോൾ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും അത് ബാഹിരിയ ബാത്തിനിയ മൽബിയ ബദനിയ റുഹാനി ജിസ്മാനി ഇപ്പോൾ COVID-19 എന്ന ഈ മഹാവൈറസ് അതുപോലുള്ള മറ്റുള്ള വൈറസുകളുടെ വ്യാപനം കൊണ്ടുണ്ടാവുന്ന എല്ലാ രോഗങ്ങളെയും അള്ളാഹു സ്വീകരിക്കും. അവർ നമ്മളൊക്കെ അള്ളാഹു സലാഹിയത്തിലാക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. അവരിൽ നിന്നും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരും പൂർണ്ണ അള്ളാഹു സുഖമുള്ളവനാക്കട്ടെ.
മുഅ്മിനീങ്ങൾക്കുള്ള ഷർറ്, സാഹിര്യങ്ങളുടെ ഷർറ്, മുസ്ലിമീങ്ങൾക്കുള്ള ഷർറ്, പ്രത്യേകിച്ച് സർവ്വ മുത്തദീഈങ്ങൾക്കുള്ളതായ ഷർറ്, അതുപോലെ തന്നെ മറ്റ് അഅദാദിന്റെ ഷർറുകളെ തൊട്ട് ശൈത്താന്റെ ഷർറുകളെ തൊട്ടൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ അടുത്ത് നിന്നുണ്ടാവുന്ന സാലിഹായ അല്ലാതെ ചെയ്തിട്ടൊരു കാര്യമില്ല. നീയത്ത് ഒന്നായില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ, ഒക്കെ വട്ടമുഞ്ചിയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മൾ അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അതിന് അള്ളാഹു അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഞാൻ ഒരു ആഹ്ലത്തിലൊക്കെ അത് അനുഭവിക്കും. അത് വേണം എല്ലാവരോടും പറയാനുള്ളതാണ്. കണക്കും മറ്റൊക്കെ വളരെ കൃത്യമാവുക, മനസ്സിലായി. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ആക്ഷേപിക്കപ്പെടുന്ന ഒന്നുണ്ടാവാം. ഈ പള്ളിക്ക് വേണ്ടി തിരിച്ച സംഖ്യകൾ അതൊക്കെ ഇതിൻ്റെ പരിപാലന കമ്മിറ്റിയെ നമ്മൾ ഏൽപ്പിക്കുക. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ തിരിക്കണമെന്നൊക്കെ പരിപാലന കമ്മിറ്റി ഏറ്റുവന്ന് കണക്കൊക്കെ വളരെ ക്ലിയറായി നല്ല നിലക്ക് ഇത് നടത്തിക്കൊണ്ടാൽ ഈ പള്ളിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനത്തിലായി ഒന്നാമപ്പെട്ട തങ്ങളവരുടെ ഡേറ്റ് കിട്ടിയതിന് ശേഷം ഏകദേശം 35 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ഓഫർ ലഭിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വ്യക്തികൾ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ GCC കമ്മിറ്റിയുടെ രക്ഷാധികാരിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മുൻ കാളി അബൂബക്കർ കുട്ടി മുസ്ലിയാരുടെ മകനുമായ ജലീൽ തൈവളപ്പിൽ അദ്ദേഹം ആദ്യമായി തങ്ങൾക്ക് ഫണ്ട് കൈമാറി. നമ്മുടെ GCC കമ്മിറ്റി ഉൾപ്പെടെ നാട്ടുകാരുടെ എല്ലാ ബില്ലിൻ്റെ ഒരു സംഖ്യ 35 ലക്ഷത്തോളം മേലുണ്ട്. അത് എല്ലാവർക്കും അതിലേക്ക് സംഭാവന ചെയ്ത എല്ലാവർക്കും ദുനിയാവിലെ ആഖിറത്തിലൊക്കെ എല്ലാവിധ ഖൈറിനും ബർക്കത്തിനും എല്ലാവിധ റാഹത്തിനൊക്കെ അല്ലാഹു കൊടുക്കട്ടെ. ആമോടി മൊയ്തറാജിക്ക് വേണ്ടി ആമോടി അബ്ദുറഹ്മാൻ, ഇവരെ കുടുംബത്തിൽ അല്ലാഹു അലിഹാജി പൈതല്ലി സലാഹിയത്തിനെ കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. കാണിശങ്ക മുഹമ്മദ് ഫാത്തിമ, സക്കീന മുസമഹൽ, ആഭരണമാണ്, സ്വർണ്ണമാണ്. ഇതിപ്പോ 35 നന്ദിപ്പെട്ടതല്ല. ഷെരീഫ തരിപ്പൈ, വടക്കൈ റഷീദ്, കുടുംബത്തിലെല്ലാവർക്കും വലിയ ഭവനങ്ങളെ കുടുംബങ്ങൾക്കൊക്കെ നഫീസ മുസമഹൽ, ദൽഹത്ത്, സലാം ഫർഹത്ത്, ഇതിനൊക്കെ റെസീറ്റ് കൊടുത്തൊക്കെ റെഡിയാക്കി കളി ആനന്ദിച്ച ആൾക്കാർ എല്ലാം റെസീറ്റ് കൊടുക്കാം. പരാതിക്ക് പിന്നെ അവകാശം. ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ എല്ലാവർക്കും വേണ്ടി ആശംസ അറിയിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജിഫ്രി മുട്ടിക്കോയ തങ്ങൾ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുസ്ലിയാർ, അബ്ദുൽ ജലീൽ തൈവളപ്പിൽ, ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം, നവാസ് കാട്ടടി, അബ്ദുൽ ലത്തീഫ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ സഹോദരത്തെ നമ്മൾ വലിയൊരു സുവർണാവസരം നമ്മളിൽ വന്നിയാറില്ല. നമുക്കറിയാം തങ്ങള് തറക്കല്ല് കാരണത്തോടുകൂടി ഈ ഒരു വലിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. സുവർണാവസരം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഭവന നിർമ്മാണം. നമുക്കറിയാം അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട്, ഈ ഒരു സുന്ദരമായ ഒരു ഭവനത്തിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭവനം ഒന്ന് വിപുലീകരിക്കുന്നത്. ആ വിപുലീകരിക്കുന്ന സമയത്ത് നമ്മളിലൊക്കെ തന്നെ അതിന്റെ പങ്കാളിത്തം നമ്മളൊക്കെ തന്നെ ഉറപ്പുവരുത്തണം. പങ്കാളിത്തം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സാമ്പത്തികമായി പണം നൽകി ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ പറ്റില്ല. പക്ഷേ മറ്റു പല അർത്ഥത്തിലും പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാകാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു വട്ട വെള്ളം നനച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പം ഒരു വട്ട പോയി അരിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആ വെക്കുന്ന കല്ല് ഒന്ന് തൊട്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ പല മേഖലകളുമുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിന് പല മേഖലകളുമുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാം, ഒരു പണി തുടങ്ങി അതിൻ്റെ അവസാനം
മിനാരത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ടൈൽസിന്റെ പണിയൊക്കെ കഴിഞ്ഞ് മനോഹരമായി തീർക്കുന്നതിന്റെ ഇടവേളകളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രവർത്തനത്തിൽ നമ്മൾ യാത്രക്കാരായിരിക്കാം, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരായിരിക്കാം. ആ യാത്ര ചെയ്യുന്ന വേളയിൽ ഒന്ന് ആ ഭാഗം സന്ദർശിച്ചിട്ട് അതിന്റെ പണിയൊന്ന് വിലയിരുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് ആ സമയത്ത് നമുക്കറിയാം ചിലപ്പോൾ അവിടെ പൂയിരിക്കുകയായിരിക്കാം. ഒന്ന് നമ്മുടെ ഡ്രസ്സിൽ മാറ്റി ആ പൂയിരിക്കുന്നിടത്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ഈ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം കിട്ടാൻ പോകുക. അപ്പൊ അത്തരത്തിലുള്ള സുവർണാവസരങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കരനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ നന്ദി ഒരിക്കൽ കൂടി ഏർപ്പെടുത്തുന്നു. നമ്മുടെ GCC ഗൾഫ് രാഷ്ട്രങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും വേണ്ടി ആശംസകൾ അർപ്പിക്കാൻ GCC കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഫവാസ് കാട്ടടിയെ ക്ഷണിച്ചു. ആദരണീയനായ അധ്യക്ഷൻ TS ഉസ്താദ്, നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് ജിഫ്രി തങ്ങൾ, അതുപോലെ പരിപാടിയെ സംബന്ധിച്ച കൊയ്യോട് ഉസ്താദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ ഉമർ ഫൈസി, ബഹുമാന്യനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഷെഫീഖ് സാഹിബ്, അതുപോലെ എൻ്റെ അമ്മാവൻ ഈ മുത്തലി കുടുംബത്തിൽ തന്നെ ഏറ്റവും പ്രായം ചെന്ന ആളുമായ കാട്ടടി മമ്മു സാഹിബ്, മറ്റ് സദസ്സിലും വേദിയിലിരിക്കുന്ന നാട്ടുകാരുടെ ബന്ധുക്കളെ അസ്സലാമു അലൈക്കും. വളരെ സന്തോഷത്തോടെ ഒരു ചരിത്ര സംഭവത്തിനാണ് ഇന്നിവിടെ പങ്കാളിയാകാൻ സാധിച്ചത്, നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചത്. പുരാതനമായ ഏതാണ്ട് എൻ്റെ അറിവിൽ ഒരു 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പള്ളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പള്ളിയുടെ മുൻപ് നടന്ന നവീകരണം ഏതാണ്ട് 1937 മറ്റോ ആണെന്ന് തോന്നുന്നു. കാക്ക പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. മൂപ്പരും ഉപേദാജിയൊക്കെ അന്ന് ചെറിയ കുട്ടികളായിട്ടുള്ള സമയത്ത് 6 or 7 വയസ്സുള്ള സമയത്ത് ഇതിൻ്റെ കരിങ്കൽ തൂണ് ഫിക്സ് ചെയ്ത കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ മൂപ്പരൊക്കെ ഒരു ഭാഗ്യം തന്നെ പറഞ്ഞു തരും. കാരണം ആ കാലത്ത് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇതിൽ പങ്കെടുക്കാൻ, ഇതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഞാനിവിടെ പ്രതിനിധാനം ചെയ്യുന്നത് പ്രവാസി സമൂഹത്തെയാണ്. പ്രവാസി സമൂഹം എന്ന് പറയുമ്പോൾ ഏതൊരു നാട്ടിലും അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പള്ളി, മദ്രസ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ വലിയൊരു ശതമാനം ബാക്ക് ബോണായി പ്രവർത്തിക്കുന്നത് പ്രവാസി സമൂഹമാണ്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ സ്ഥാപക കാലത്തും അല്ലെങ്കിൽ അതിൻ്റെ പഴയ നവീകരണ കാലത്തും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ സിംഗപ്പൂർ ആയിരുന്നു ഇതിൻ്റെ ആശ്രയ കേന്ദ്രം എന്ന് തന്നെ പറയേണ്ടി വരും. എൻ്റെ പിതാക്കന്മാരും അതുപോലെ ഈ നാട്ടിലുള്ള നിരവധി നാട്ടുകാരും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഈ ഒരു പള്ളി ഈ നിലയിൽ എത്തിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് നമുക്കറിയാം GCCയിലാണ്, ഗൾഫ് രാജ്യങ്ങളിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആളുകൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊക്കെ നല്ലൊരു സഹായ സഹകരണം നമുക്ക് ഇതിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വേറൊരു കാര്യം, നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച ഒരു വിഷയം ഞാൻ ഈ കമ്മിറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതോട് അറിയാൻ സാധിച്ചത്, ഇവിടെ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് റോഡ് ആക്സസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇരിങ്ങലും പയ്യോളിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ തൊട്ടടുത്ത് അമ്പല കമ്മിറ്റിയും ഈ പള്ളി കമ്മിറ്റിയും ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളുമായി നമ്മുടെ മുനിസിപ്പൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെയർമാനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചാണ്. ഇനി അടുത്തതായി MP, MLA, അതുപോലെ കളക്ടർ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോകേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായി, നമ്മുടെ പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ടാണ് ആ കമ്മിറ്റി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അതിന്റെ ഭാഗമാക്കാണ്. ഞാനത് സാമാന്യമായി സൂചിപ്പിച്ചത് മാത്രം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് GCCയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണങ്ങളും ഉറപ്പു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി അറിയിക്കാൻ വേണ്ടി നമ്മുടെ മുൻ സെക്രട്ടറിയും കമ്മിറ്റിയുടെ അംഗവുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫിനെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവരും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നീട്ടി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് സ്ഥാപകർക്കൊന്നും അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. മഹല്ല് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അനുമതിയോടുകൂടി
3 സലാത്തോടു കൂടി ഈ ചടങ്ങ് പിരിച്ചു വിടുകയാണ്.